ഇത് ഈ 30 ടിക്കറ്റ് എടുത്ത് വിറ്റാൽ എന്താ കിട്ടാനാ നോക്കി 190 ഒരാളുടെ കയ്യിൽ മേലാത്ത ഞാൻ നടക്കുന്നത്. എനിക്ക് മരുന്നിന് 10,000 രൂപ മാസം വേണം. എന്തുമാത്രം മോളെ പോലെ ഒരു മോളായിരിക്കുള്ള ആ മോളെ എന്തുമാത്രം ഊറ്റിപ്പിഴിയുന്നു കെട്ടിച്ചുവിടാനുള്ള ഞങ്ങൾ എന്നാ ചെയ്യുന്നു. എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ന്റെ എണ്ണം വർദ്ധിപ്പിക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ ലോട്ടറി ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ലോട്ടറിക്ക് ഭേദഗതി വരുത്തിയോ? അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ഒരു 50,000 രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ലോട്ടറി തൊട്ടുപോകും. അവൻ രാവിലെ പോകുമ്പോൾ 2 എടുക്കും, എല്ലാ ദിവസവും എടുക്കും. പക്ഷെ അവന് ഒരു മാസത്തിൽ ഒരു ഗ്യാരണ്ടിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 500 രൂപ ഗ്യാരണ്ടി ആക്കണം, ഈ 200-300 മാറ്റണം. സർക്കാർ ഇത്രയും ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ലോട്ടറിക്കാർക്ക് ആ എടുക്കുന്നവർക്ക് ഒരു നന്മ വരണ്ടേ? ഞങ്ങൾ പറയുന്ന ഫസ്റ്റ് പ്രൈസ് കുറച്ചുണ്ട്. 5,000-2,000 ഒക്കെ കൂട്ടിയാൽ മതി. 200-100 ഇല്ലെങ്കിലും കുഴപ്പമില്ല. 5,000, 2,000, 500 വെച്ചാലും മതി. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിന് ഒരു നടപടി സർക്കാർ എടുക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വ്യാജമായിട്ടുള്ളതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ നറുക്കെടുക്കുന്ന ഇവരുടെ പരിപാടി ചെയ്തു. സർക്കാർ പ്രൈസ് കൊടുക്കുന്നില്ല, അതിന്റെ പുറത്താണ് ഇവരുടെ ഈ പരിപാടി. ഇതിന് ഒന്നെങ്കിൽ പുറമെ ആളുണ്ട്, അല്ലെങ്കിൽ ഇവര് എന്തോ ഇത് മറിമായമുണ്ട്. ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറിന്റെ കളിയാ. ചില കച്ചവടക്കാർ തന്നെ പറയും നമ്മുടെ ആകല എടുക്കുന്നു. പക്ഷെ ആകല എടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ വഞ്ചിക്കും അവര്. ഇതൊന്ന് ഞാൻ പറഞ്ഞിട്ട് സർക്കാർ അവിടെ നറുക്കെടുക്കുന്നവരെ വേണം പൂർണ്ണമായിട്ട് മാറ്റണം. പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കണം, അല്ല പറ്റത്തില്ല. അത് ഇവര് എന്തോ കളിയുണ്ട്. ഇവര് ഇങ്ങോട്ട് ഓരോരുത്തരെ വക്കീലന്മാരും മറ്റുള്ള ഞങ്ങളെപ്പോലെ അല്ല തിരിഞ്ഞിങ്ങനെ കൊണ്ടിരുന്നത്. അവരും എന്നിട്ട് മുതലെടുക്കും, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ചെല്ലും. ഞങ്ങളെപ്പോലെ തിണ്ടിക്കും. എന്നിട്ട് കൈയില്ലാത്തതും കായില്ലാത്തതും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, കള്ള ടിക്കറ്റ് ഒന്നും ഇല്ല. അതില്ല, എന്നാലും ഞങ്ങൾ എടുക്കുന്നിടത്തും ഇല്ല. അതെന്നാലും ഉറപ്പാണ്. പക്ഷെ ഞാൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്, നടപടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറ്റാക്ക് ഹിരണ്യ നടക്കുമ്പോൾ ഭയങ്കര വേദന. ഏകദേശം ഒരു ദിവസം എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നേ? മോളെ ഞാൻ പറഞ്ഞില്ല, 5,000 കൊണ്ട്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ 150 ടിക്കറ്റ്. അപ്പോൾ മോളെ എനിക്ക് 5,000 അയച്ചു തന്നു. അന്നേരം അയച്ചു തന്നപ്പോൾ ഞാൻ മെനക്കെടുത്തിട്ട് 150 ടിക്കറ്റ് എടുത്തു. അത് ഈ 100 ടിക്കറ്റ് മീതി 5,000 രൂപയാണ്. പിന്നെ ഈ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ 5,000 സ്റ്റിക്കർ ഇട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടുത്തെ പുള്ളിയോട് ചോദിച്ചാൽ പറയാം, 5,000 കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരാഴ്ച കഴിഞ്ഞാണ് 5,000 രൂപയുടെ പോകണം. 150 ടിക്കറ്റ് എടുത്ത് 100 ടിക്കറ്റ് മീതി 5,000 രൂപയിലേക്ക് 100 രൂപ പോലും പ്രൈസ് ഇല്ല. 5,000 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി 80 ടിക്കറ്റാണ് വിറ്റത്. ഇന്നിപ്പോൾ 30 ടിക്കറ്റ്. അതിനിട്ട് നോക്കാം, ഈ നുണയല്ല മോളെ, ഇതുണ്ട് 30 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇത് ഈ 30 ടിക്കറ്റ് എടുത്ത് വിറ്റാൽ എന്താ കിട്ടാനാ മോളെ നോക്കി 190 ഒരാളുടെ കയ്യിൽ മേലാത്ത ഞാൻ നടക്കുന്നത്. എനിക്ക് മരുന്നിന് 10,000 രൂപ മാസം വേണം. എന്തുമാത്രം മോളെ പോലെ ഒരു മോളായിരിക്കുള്ള ആ മോളെ എന്തുമാത്രം ഊറ്റിപ്പിഴിയുന്നു കെട്ടിച്ചുവിടാനുള്ള ഞങ്ങൾ എന്നാ ചെയ്യുന്നു. എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ അതുപോലെ കൊണ്ട് നടക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ. വിൽക്കുന്ന ആളാണ് ഞാൻ, വർഷങ്ങളായിട്ട് വിൽക്കുന്നത്. അപ്പോൾ ന്യായമായ വർഷങ്ങളായവരാണ്. ലോട്ടറിക്ക് ഭയങ്കര പ്രൈസ് കുറവുണ്ട്. പക്ഷേ ടാപ്പിൻ്റെ അകത്ത് നമുക്ക് പ്രൈസ് കാണിക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് 5,000-ങ്ങളെല്ലാം വെളിയിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രൈസ് കിട്ടും. കുറച്ച് പിടുത്തം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സെല്ലാവരുടെയും ഇത് വരുന്നത്. കിട്ടാത്തതുകൊണ്ട് മനസ്സ് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ലോട്ടറി എല്ലാം ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവരും ലോട്ടറി കെട്ടുകണക്കിന് എടുക്കുന്നവരാണ്. പിന്നെ പോയിട്ട് ഈ പാവങ്ങളൊക്കെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു ബ്ലോക്കൊന്നും വിറ്റാനൊന്നും പ്രൈസൊക്കെ യോഗത്തിലേ അടിക്കും. അല്ലാതെയൊക്കെ വലിയ പാടാണ്. പല ബ്ലോക്ക് വിൽക്കുന്നവരാണല്ലോ. ഇപ്പം ഞാനിവിടെ ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ ബോക്സെല്ലാം ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനിപ്പം അതിന് ബോക്സിലാണ് ഇപ്പോൾ വണ്ടിയെ കയറ്റി വിൽക്കുകയാണ്. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ 200 രൂപയും
ഈ 100 രൂപയും എടുത്ത് മാറ്റിയിട്ട് 500 രൂപ പ്രൈസ് കൊടുക്കണം. ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരൊക്കെ രാവിലെ പോകുമ്പോൾ ഒരു ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആഴ്ചയിലെങ്കിലും ഒരു 500 രൂപ, 250 അടക്കുമ്പോൾ ഒരു 500 രൂപ, അതായത് 6 ദിവസം എടുക്കും 300 രൂപ. പോരാന്ന് എടുക്കുന്നവരല്ലായിരിക്കുമല്ലോ. പോരാന്ന് വെച്ചെടുത്താൽ 6 ദിവസം എടുത്താൽ 300 രൂപ വെച്ചോ. ആ 300 രൂപ വെച്ചാകുമ്പം 6 ദിവസത്തിലെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് പ്രൈസ് 500 രൂപയാണ്. ഈ 300 രൂപയും 200 രൂപയും ഈ 300 രൂപയും 100 രൂപയും മാറ്റിയിട്ട് 200 രൂപ വെച്ച് ജനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ കച്ചവടം പോകുന്നത്. അപ്പോൾ സർക്കാർ അതിന് നല്ല രീതിയിൽ ലോട്ടറിയുടെ അതിൻ്റെ ഇത് ഈ 500 രൂപ പ്രൈസ് ആക്കി കൊടുക്കും. കാരണം ഇത്രയും ലോട്ടറി വിൽക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടെ 30 ബമ്പറുകളെല്ലാം ഇപ്പോൾ പല ഗവൺമെൻറ് വരുമ്പോൾ പിണറായി സർക്കാർ 25 കോടി ലോട്ടറി ബമ്പർ വിറ്റുകൊണ്ടിരുന്നു. അത് നമുക്ക് നല്ല പ്രൈസുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടുന്നവർക്ക് ന്യായമായ രീതിയിൽ കിട്ടുകയൊക്കെ ചെയ്യും. ലോട്ടറിക്ക് അത്രയും അവസ്ഥകളൊന്നും മോശമൊന്നുമില്ല. പിന്നെ ഇത് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലോട്ടറി കടയിൽ ചെന്ന ലോട്ടറി എടുത്താൽ നമ്മൾ ഡെയിലി ബേസിൽ പൈസ അവിടെ എടുക്കാനായിട്ടുണ്ടല്ലോ, ഓഫീസിൽ നിന്ന് എടുത്താലും നമുക്ക് പൈസ ഒക്കെ കിട്ടും. പക്ഷേ ഇവിടെ അവർ ഇപ്പോൾ അവരുടെ കടയിലെ വിറ്റഴിഞ്ഞ ലോട്ടറിയുടെ ബാലൻസ് ആയിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ എടുക്കുന്നത്. അവത്താലൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ എല്ലാവരും തള്ളിയ ലോട്ടറി ആയിരിക്കും ചിലപ്പോൾ പൈസ ഇല്ലാതെ വരുമ്പോൾ 120 ലോട്ടറി എടുക്കണ 5220 രൂപയാണ് കടക്കാർ മേടിക്കുന്നത്. ഓഫീസിൽ വില കുറവുണ്ട്, പക്ഷേ അവരത്രയും പൈസ മേടിക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് ബ്ലോക്കിന് 6-ൻ്റെ ഉണ്ട്, 7-ൻ്റെ ഉണ്ട്, 8-ൻ്റെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 6-ൻ്റെയും 7-ൻ്റെയും ബ്ലോക്ക് നാളെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ 2 മാസം അടിക്കാത്ത ബ്ലോക്കുകളുണ്ട്. ഈ 40 ദിവസമായിട്ട് അടിക്കുക. ഈ 62-15 എന്നൊക്കെ പറയുന്ന ബ്ലോക്ക് കയറി വന്നിരിക്കുന്നത് ഒരു 42 ദിവസമെങ്കിലും ആയിട്ടുണ്ട് ആ ബ്ലോക്ക് കയറി. അപ്പോൾ നമ്മൾ ആ 42 ദിവസവും ഈ കടകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലോക്കിൽ ഒരു 100 രൂപ പോലും ഇല്ലെങ്കിൽ ആർക്കും കിട്ടുക. 1500 ലോട്ടറി വിറ്റാലും 2000 ലോട്ടറി വിറ്റാലും ആ ബ്ലോക്കിലടി വരുന്നതുകൊണ്ട് അത് സർക്കാരിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബ്ലോക്കിലൊക്കെ അങ്ങനെ കളി വരും. ആ ബ്ലോക്ക് വിൽക്കുന്നവന് യോഗം വരും. അപ്പോൾ നമ്മളിപ്പം ഒരു ബ്ലോക്ക് 2,5000 ഒക്കെ കൊടുക്കുന്നത്. ആ 2,5000 ഒക്കെ കൊടുക്കാതെ വളരെ സൂക്ഷിച്ച് 1,5000 ഒരു ബുക്ക് 2,5000, 2,500, 2,000 അതൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു അടിച്ച ബ്ലോക്കിൽ അടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. 0യുടെ ബ്ലോക്ക് അടിച്ച ബ്ലോക്കെ തന്നെ ലഭിക്കുന്നത്. അപ്പോൾ 0 എല്ലാ കച്ചവടക്കാർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ 0 പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പരിപാടി നിർത്തിയാൽ എനിക്ക് ചെറിയ ഇത് വന്നപ്പോൾ ഞാൻ ആ പരിപാടി ഒഴിവായി. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള ഇപ്പം നിങ്ങൾ വായിച്ചു നോക്കിയേ, ചാർട്ടിലെല്ലാം പ്രൈസ് ഉണ്ട്. സർക്കാർ ഇത് വെളിയിൽ കൊടുക്കും. ഇനി ഒരു മാറ്റം വരികയാണെങ്കിൽ ഇതിപ്പോൾ ഈ 1 കോടി എന്നുള്ളത് മാറ്റേണ്ട കാര്യമില്ലല്ലോ, പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഈ ലോട്ടറിക്ക് ഭേദഗതി വരുത്തിയാൽ അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ഒരു 50,000 രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ലോട്ടറിയെ തൊട്ടു പോകും. അവൻ രാവിലെ പോകുമ്പോൾ 2 എടുക്കും, എല്ലാ ദിവസവും എടുക്കും. പക്ഷേ അവന് ഒരു മാസത്തിൽ ഒരു ഗ്യാരണ്ടിയും കിട്ടണ്ടേ. അപ്പോൾ ഈ 500 രൂപ ഗ്യാരണ്ടി ആക്കണം, ഈ 200, 300 മാറ്റണം. സർക്കാർ ഇത്രയും ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ലോട്ടറിക്കാർക്ക് ആ എടുക്കുന്നവർക്ക് ഒരു നന്മ വരണ്ടേ? അതല്ലേ എൻ്റെ ശരി. അല്ലാതെ ഇപ്പം നിങ്ങൾ ലോട്ടറിയുടെ ഒരു വർഷം എടുത്തവന് ഒരു 1500 രൂപ, 2000 രൂപയ്ക്ക് ഒരു വർഷം എടുത്തവന് പോലും പ്രൈസ് കിട്ടാതെ ഉണ്ട്. ഈ ചെറിയ കച്ചവടക്കാരെ രക്ഷിക്കുന്ന പരിപാടിയാണ് ഈ 200-ഉം 300-ഉം മാറ്റുക. ഈ 100-ഉം 200-ഉം മാറ്റി വെച്ചിട്ട് 500 രൂപ പ്രൈസ് കൊടുക്കുക. സർക്കാർ പൈസ മേടിച്ചോണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ടിക്കറ്റ് എല്ലാവരും എടുക്കും. ഒരു കാരണവശാലും വരത്തില്ല. ഒരു കണക്കിനുള്ള ലോട്ടറി വഴി എല്ലാ പാവങ്ങൾക്കും ലോട്ടറി കിട്ടും. ഈ സർക്കാർ തന്നെ പിടിക്കുന്ന ആ ഇടപാടുകൾ കാണല്ല. കേരളത്തിൽ സർക്കാർ ഭരിക്കുമ്പോൾ ഇത് പാവങ്ങളുടെ ലോട്ടറിയാണ്. ഇത് കർമ്മം ചോദിക്കാതിരിക്കാൻ വേണ്ടി കാലുമേലാത്തുറക്കും വിവലാംഗരെ ഉദ്ദേശിച്ചും പ്രായം ചെന്നവരെ ഉദ്ദേശിച്ച് സർക്കാരുടെ എൻ്റെയിലുള്ള ടിക്കറ്റ് അതിപ്പോൾ ഇവർ ചെയ്യുന്നതിനാന്ന് ചോദിച്ചാൽ കടക്കാർക്ക് മാത്രം ടിക്കറ്റ്. ഞങ്ങളെപ്പോലുള്ളവർ ചിലപ്പോൾ ഒരാഴ്ചത്തെ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ അന്നന്ന് വിറ്റാച്ച് ചെല്ലുന്ന ദിവസങ്ങളുണ്ട്. അവിടെ ചിലപ്പോഴത്തേക്കും പറയും നാളത്തെ ഇല്ലെന്ന് പറയും. പിന്നെ നാളത്തെ കഴിഞ്ഞത്തെ ഇരുന്ന് അതൊക്കെ സർക്കാർ ചെയ്യേണ്ട പരിപാടിയാണ് ഭേദഗതി. കാരണം ഇവിടുത്തെ കേരളത്തിലിരിക്കുന്ന പാവങ്ങൾക്ക് വിൽക്കാനുള്ള ലോട്ടറി കിട്ടും. ഇപ്പോൾ ഇനിയിപ്പോൾ പ്രൈസ് കൂട്ടുകയെന്ന് വെച്ചു. ഈ ഞാൻ പറഞ്ഞ രീതിയിൽ പ്രൈസ് കൂട്ടി ഞങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ ഇത് വിറ്റേച്ച് ചെല്ലുമ്പോൾ കടക്കാരൻ പറയും നാളത്തെ ഇല്ലെന്ന്. സ്ഥിരം ഇടപാടാണെന്ന് പറഞ്ഞാൽ അവരോട് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പറയും. നിങ്ങൾ എടുത്തു വെച്ചില്ല എന്നല്ലേ? അയ്യോ ഇനി നാളത്തെ ഇല്ലോ. നമുക്ക് എന്നും ഓഫീസിൽ കയറി പിടിക്കാൻ പറ്റില്ല എല്ലാവർക്കും. എന്നുവെച്ചാൽ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ ടിക്കറ്റ് എടുത്താലേ കൊടുക്കും. ഓഫീസുകാരുടെ കുഴപ്പമില്ല. അപ്പോൾ ഈ പ്രൈസ് ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്, വർഷങ്ങളായിട്ടും കൊടുക്കണ്ട. അപ്പോൾ ഞാനത് അത്രേ പറയുന്നുള്ളൂ. ഭേദഗതിയായി വരുത്തുമ്പോൾ ഈ 200-ഉം 100-ഉം എടുത്ത് കളയും. 500 രൂപ പ്രൈസ് ഇട്ട് കൊടുക്കുക. 50 രൂപ മുടക്കിയിട്ടില്ല ലോട്ടറി എടുക്കുന്നത്.
പിന്നെ ഈ പാവങ്ങളൊക്കെ കടയിൽ ചെല്ലുമ്പോൾ ഹോൾസെയിൽ കടക്കാരെല്ലാം ഉള്ളവർക്കേ കൊടുക്കുള്ളൂ, ഇല്ലാത്തവർക്ക് കൊടുക്കുകയില്ല. അത് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാവങ്ങളെ ഈ വിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു കൂലി ഒരു ഭർത്താവ് മേലാത്ത ഒരു സ്ത്രീ എന്ന ഒരു ഓഫീസിൽ ചെന്ന് ടിക്കറ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ടിക്കറ്റ് ചോദിച്ചാൽ നാളെ ഒരു അരവണം വിൽക്കണമെന്ന് തോന്നിയാൽ അവർക്ക് ടിക്കറ്റ് കിട്ടും. അതാണ് സർക്കാർ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ വർഷങ്ങളായ കച്ചവടക്കാരാണ്. ഇതിൻ്റെ അകത്ത് നന്മ തിന്മയുണ്ട്. ഇത്ര നേരമായിട്ട് എത്ര ലോട്ടറികളാണ് വിറ്റ് തീർന്നിട്ടുള്ളത്? ലോട്ടറി വിൽപ്പന ഇല്ല, ഇന്നത്തെ നഷ്ടമായില്ല. സാധാരണ ഉള്ളതിനേക്കാൾ കുറവാണോ? വളരെ കുറവ്, പ്രൈസ് പോരാ. 5000-ന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, എന്നെങ്കിൽ മാത്രമേ ഈ ലോട്ടറി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പം ഇത് വലിയ മുതലാളി ഹോൾസെയിലുകാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് ഗുണമുള്ളത്. അവർക്ക് ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പം കിട്ടുന്ന വിലയല്ല ഞങ്ങൾക്ക് കിട്ടുന്ന വില. ഓരോ സ്ലാബ് അനുസരിച്ചാണ് വില പോകുന്നത്. അപ്പോൾ അവർക്ക് മിച്ചവും വരികയില്ല. അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് മിച്ചവും വരുന്നു. ഇത് ഇപ്പോൾ മുന്നാടി സാറുള്ളപ്പോൾ ഈ ടിക്കറ്റ് ഞങ്ങൾക്കൊരു ഉപജീവന മാർഗമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കടത്തിനൊരു മാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കാണിച്ച് ഇത്ര ടിക്കറ്റ് മിച്ചാം ഇന്നത്തെ ആയി. ഇന്നൊരു ദിവസം മാത്രം മിച്ചം വന്നതാണ്? ഇന്നത്തെ മാത്രം. ഇതുപോലെ എല്ലാ ദിവസവും മിച്ചാം. ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സാധാരണ തൊഴിലാളികൾ മുഴുവൻ നഷ്ടത്തിൽ നാശമായിട്ട് നിൽക്കുക. ഇത് മാത്രമാണോ ഉപജീവന മാർഗം? ഇത് മാത്രമേ ഉള്ളൂ ഉപജീവന മാർഗം, വേറെ ഒന്നുമില്ല. അപ്പൊ ഏകദേശം എത്ര രൂപ ഒരു ദിവസം മാത്രം നഷ്ടം വരുന്നത്? നഷ്ടം ഒരു ദിവസം ഒരു 1000-1200 രൂപ വരിക. വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. ഇനി ആരോടെങ്കിലും കടം മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റൂ. അപ്പോൾ ഒരു പക്ഷേ വീണ്ടും ഈ ഇതിൽ തുടരുന്നതിന്റെ കാരണം അത് നമ്മളിത് ഒരു തൊഴിലായിട്ടെടുത്ത് 30 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 30 വർഷമായി. അതിലിപ്പം പിണറായി സർക്കാർ വന്ന 10 വർഷവും. ഇപ്പം ഇനി സതീശനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുതിയ മുഖ്യമന്ത്രി തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ലോട്ടറിക്കാരെല്ലാം തവണ പുള്ളിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ലോട്ടറി തൊഴിലാളികളും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു രക്ഷയുണ്ടാകും. 2 മാസമല്ലേ ആയുള്ളൂ, കാത്തിരിക്കുക. ഈ 30 വർഷത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ മാത്രമാണ് ഇത്രയ്ക്കും കുറവ്? ഒരു 10 വർഷമായിട്ടായിരുന്നു ഇങ്ങനെ കുറവ്. 10 വർഷമായിട്ട് കുറവാണ്? കുറവാണ്. 10 വർഷമായിട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഈ ബാക്കി വരുന്ന ലോട്ടറികളൊക്കെ എന്താ ചെയ്യാ? നമുക്ക് ഇനി കളയാനേ പറ്റുള്ളൂ. ഇതിനകത്ത് പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ 4000 രൂപയുടെ മേലെ ടിക്കറ്റ് ഉണ്ട്. 4000 രൂപയുടെ 80 ടിക്കറ്റ് ഉണ്ട്. അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം 4000 രൂപ ഇന്ന് പോയി. 4000 രൂപ ഇന്ന് പോയി. അങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക. ലോട്ടറി മേഖല തകർന്ന് തരിപ്പണമാക്കി വെച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. പുതിയ മുഖ്യമന്ത്രി എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഓരോ തൊഴിലാളിയും ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും. ഹോൾസെയിലുകളുടെ വമ്പിച്ച സെയിം വിൽപ്പനയും നിർത്തലാക്കാൻ ഈ മുഖ്യമന്ത്രി കനിയണം. അത് മാത്രമല്ല, ഈ അടുത്തായിട്ട് ലോട്ടറികളുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങി എന്നുള്ളൊരു അത് കേൾക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഒരു ലോട്ടറി ഓഫീസിൽ നിന്ന് വരും അങ്ങനെ ടിക്കറ്റ് പോകുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതുപോലെ ഈ സെയിം വിൽപ്പന, ഓൺലൈൻ വിൽപ്പന, ഇതെല്ലാം ടിക്കറ്റ് വലിയ വലിയ ആൾക്കാർക്ക് ഫോണിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം എന്നെ പോലെ ഒരാൾക്ക് ഇട്ട് കൊടുക്കാൻ അറിയാൻ മേലെങ്കിൽ എൻ്റെ കച്ചവടം പോയില്ലേ. ഇതുപോലെ അറിയാൻ മേലാത്ത പ്രായമായ ആൾക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും വലിയ ഫോണില്ലാത്തവരും അങ്ങനെ ഒരുപാട് ഈ മേഖലയെ കഷ്ടപ്പെടുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. നമ്മളൊക്കെ ഇതങ്ങ് സഹിച്ച ഒരു തൊഴിൽ വേണ്ടേ? ഇനിയിപ്പോൾ ഈ പ്രായത്തിലൊക്കെ എന്നാ ജോലി ചെയ്യാൻ പോകാനാ? വയസ്സ് 67ആയി. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ കുറെ കാലം. ഇവിടെ 30 വർഷമായിരിക്കാൻ തുടങ്ങി. ഈ സ്ഥലത്ത് തന്നെയാണോ 30 വർഷമായി? അപ്പം തൊട്ട് ഇവിടെ ആയിരിക്കണം. ഇവിടെ ഉള്ളതല്ല, നോക്കിയാണ് എൻ്റെ വീട്. എവിടെ? ബൈക്കും. അവിടെ ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. അത്രയും ദൂരത്തുനിന്നാണ് ഇവിടെ വരുന്നത്. 80 രൂപ. ഇപ്പം പിന്നെ വണ്ടിക്കൂലി കൊടുക്കണ്ട, KSRTC. അങ്ങനെ ഒരു പുണ്യമുണ്ട്. അത് ദിവസം മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ആ 80 രൂപ.